ഒരു 15 വയസ്സ് മാത്രം പ്രായമുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥി. പക്ഷേ കഴിഞ്ഞ ദിവസം സന്തോഷത്തോടെ സ്കൂൾ വിട്ട് വീട്ടിലെത്തി അമ്മയോട് കുശലം പറഞ്ഞ ശേഷം അവൻ പോയത് മരണമേറ്റുവാങ്ങാനായിരുന്നു. അതും വിചിത്രമായ ഒരു മരണം. നമ്മുടെ കുട്ടികൾക്കെല്ലാം എന്താണ് സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ള അപകടം ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒന്നു തന്നെയാണ്. ആലുവ ചെങ്ങമനാട് കപ്രശ്ശേരിയിൽ ജെയ്മിയുടെ മകൻ അക്നലിനെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ ദേഹത്ത് മഴക്കോട്ട് ധരിച്ച് മുഖം മറച്ച് കൈകൾ പിന്നിലേക്ക് കെട്ടി വായിൽ പ്ലാസ്റ്റർ കൊണ്ട് ഒട്ടിച്ച നിലയിലായിരുന്നു. വിചിത്രമായ രീതിയിലുള്ള കുട്ടിയുടെ ആത്മഹത്യ പോലീസിന് ആദ്യമേ സംശയം ജനിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോൾ അക്നൽ സന്തോഷവാനായിരുന്നുവെന്നാണ് അമ്മ പറയുന്നത്. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി മറ്റൊരു ഫോണിൽ നിന്നും പിതാവ് ജെയ്മിയെ വിളിച്ചിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ടാക്സി ഡ്രൈവറായ ജെയ്മി കളമശ്ശേരിയിൽ നിന്ന് ഓട്ടം കഴിഞ്ഞ് വരികയാണെന്നും ഉടനെ വീട്ടിലെത്തുമെന്നും അറിയിച്ചു. പിന്നീട് വീട്ടിലെത്തിയ അക്നൽ അമ്മ ജിനിയോട് വിശേഷങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം കിടപ്പുമുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു. ആ സമയം അമ്മ മംഗലാപുരത്ത് നഴ്സിംഗിന് പഠിക്കുന്ന മകൾ ഏഞ്ചലിനെ കാണാൻ കുടുംബസമേതം പോകുമ്പോൾ കൊണ്ടുപോകുന്നതിനായുള്ള പലഹാരമുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. കുറച്ചു കഴിഞ്ഞ് പിതാവ് ജെയ്മി വീട്ടിലെത്തി. അക്നലിനെ കാണാൻ മുറിയിലെത്തിയപ്പോൾ വാതിൽ അകത്തുനിന്നും കുറ്റിയിട്ട നിലയിലായിരുന്നു. ഏറെ നേരം വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. ഇതോടെ സംശയം തോന്നിയ ജെയ്മി വീടിന്റെ മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന CISF ഉദ്യോഗസ്ഥനെ വിവരമറിയിച്ചു. തുടർന്ന് ഇരുവരും ചേർന്ന് വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ അക്നലിനെ കാണുന്നത്. കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അക്നലിന്റെ താടിയലിന് മുറിവുണ്ടായിരുന്നുവെന്നും പിതാവ് പറയുന്നു. ഓൺലൈൻ ഗെയിമിന്റെ ഭാഗമായി ചെയ്ത സാഹസികതയാണ് 15-കാരന്റെ മരണത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ സംശയം. അമ്മയുടെ ഫോണിലും അച്ഛന്റെ ഫോണിലും അക്നൽ ഗെയിം കളിച്ചിരുന്നു. പോലീസ് പരിശോധനയിൽ അമ്മയുടെ ഫോണിൽ നിന്നും ഡെവിൾ എന്ന പേരുള്ള ഒരു ഗെയിം കണ്ടെത്തിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോൺ പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. പിതാവ് ജെയ്മിയുടെ ഫോണിൽ രഹസ്യ നമ്പർ ഉണ്ടാക്കിയാണ് അക്നൽ ഗെയിം കളിച്ചിരുന്നതെന്നും പറയുന്നു. ഓൺലൈൻ ഗെയിമിലെ ടാസ്ക് ആണോ അതോ മറ്റെന്തെങ്കിലുമാണോ ആത്മഹത്യയ്ക്ക് കാരണമെന്നറിയാൻ നെടുമ്പാശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.